ഹലോ ഗായ്സ്, നമുക്കിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ? അത് നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയാണ് സ്വിറ്റ്സർലൻഡ് ആട്ടോ. നമ്മൾ കോതമംഗലത്തുണ്ട് ഒരു മിനി സ്വിറ്റ്സർലൻഡ്. മിനി സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഒരു നല്ല അടിപൊളി കാഴ്ച കണ്ടു കേട്ടോ. നമ്മൾ വനം പോലെ തോന്നിക്കുന്ന വനമാണെന്ന് തോന്നുന്നത്, വനം പോലെ തോന്നിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, വനം തന്നെ. അങ്ങനെ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോയപ്പോൾ എനിക്ക് ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ഒക്കെ ആട്ടോ അവിടെ. പിന്നെ അവിടെ കൂടെ ആനയൊക്കെ ഇറങ്ങും രാത്രി ആകുമ്പം. പിന്നെ കുരങ്ങച്ചാരെയൊക്കെ കണ്ട് ഞങ്ങൾ. അത് അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മൊബൈലിൽ കാണുന്നത് കൊണ്ട് അത്രയും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ വ്യൂ കറക്റ്റായിട്ടൊന്നും കിട്ടാത്തത് കേട്ടോ. വരണ്ട് തന്നെ സ്ഥലമാട്ടോ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. പിന്നെ അതിലേക്കൂടെ ഞാൻ വെള്ളത്തിൽ കൂടെ അപ്പുറത്തേക്ക് കിടന്ന് അത് കഴിഞ്ഞ് നേരെ നടന്നപ്പോഴാണ് ഗായ്സ് മഴ പെയ്യുന്നത് കേട്ടോ. അവിടുത്തെ ആൾക്കാർക്ക് കോട്ടും കൊണ്ടാണ് വന്നത്. അപ്പം ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലായത്. മഴ പെയ്യുമ്പോഴും അവർക്ക് പുറത്ത് നടക്കാൻ വേണ്ടിയാണ് അവർ കോട്ടും കൊണ്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ കൈ കോട്ടില്ലായിരുന്നു, ആകപ്പാടെ ഒരു കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മഴയൊന്നും ഞങ്ങൾ വക വെക്കാതെ ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. എൻ്റെ ചേച്ചീനായിട്ടോ നിങ്ങൾ കണ്ടത് മുമ്പിൽ നടന്നു പോകുന്നത്. പിന്നെ ഞങ്ങൾ മഴയത്ത് കൂടെ നടന്ന് ഒന്ന് നനയൊക്കെ ചെയ്തു, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ എല്ലാം കൂടെ നടന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ഗ്രീനായിട്ടുള്ളൊരു പച്ചപ്പിൽ കൂടി നടക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്. പിന്നെ അതെൻ്റെ ചേച്ചി, കുഞ്ഞേച്ചി, പിന്നെ എൻ്റെ ചേട്ടനാണ് നടന്നു പോകുന്നത് കാണാം കേട്ടോ. പിന്നെ വെള്ളത്തിൽ കൂടെയൊക്കെ അവിടെ മഴ പെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വെള്ളം, പെഡൽസ് പോലെ കുറേ കുഞ്ഞു കുഞ്ഞു വെള്ളം ഉണ്ടായിരുന്നു. അതിലെ കൂടെയൊക്കെ ചാട്ടിക്കയറി നടന്നു വന്ന്. പിന്നെ അവിടെ കുറേ വെള്ളമുണ്ട്, പുഴ പോലെ ഇങ്ങനെ വെള്ളം വന്നുണ്ട്. പിന്നെ കുറേ മൊത്തം ഗ്രീനറിയാണ് അവിടെ കാണാൻ. മസ്റ്റായിട്ട് നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. മൊത്തം ഗ്രീനറിയാണ് കേട്ടോ അവിടെ. പിന്നെ ചെറിയ ചെറിയ മല പോലെയുണ്ട്, കാണാമല്ലോ നിങ്ങൾക്ക്. ഞാൻ കാണിച്ചു തരാം. ചെറിയ ചെറിയ മല പോലെ ഇതാ കാണുന്ന കേട്ടോ ഞാൻ പറഞ്ഞേ. പിന്നെ വൈകും തോറും ഇങ്ങനെ 5 മണി 6 മണി അങ്ങനെയൊക്കെ സമയമാകും തോറും മഞ്ഞ് വരാൻ തുടങ്ങും ആ മലയിൽ കൂടെ. പിന്നെ ഞങ്ങൾ അപ്പുറത്തോട്ട് കിടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലൂടെ നടന്നു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആ വെള്ളത്തിൽ കൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മൊബൈലിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊബൈലിങ്ങനെ മുങ്ങിപ്പോവോ ഇല്ലയോ എന്നൊക്കെ ഓർത്ത് ഞാൻ പിന്നെ ഓഫ് ചെയ്ത്. അത് കഴിഞ്ഞ് അപ്പുറത്ത് കിടന്ന് ഞങ്ങൾ എത്തി. ഞാൻ മൊത്തം നനഞ്ഞ്, എൻ്റെ പാൻറ്റ് മൊത്തം നനഞ്ഞ് കാശ്. എന്നാൽ ഞാനതൊന്നും വകവച്ചില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി. ആ കുറേ സ്ഥലമുണ്ട് നടക്കാനും. നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കാം, നമുക്ക് എന്ത് വേണേലും ചെയ്തുകൊണ്ടിരിക്കാം. മൊത്തം സ്പേസാണ് അവിടെ. പിന്നെ അവിടെ ചെന്ന് വീണ്ടും കാലൊക്കെ മുക്കി വീണ്ടും നടപ്പ് തുടങ്ങി. ഈ മരമാണ് കേട്ടോ ഗായ്സ്. ഞങ്ങൾ മഴ വന്നപ്പോൾ ഞങ്ങൾ 6 പേരും കൂടെ കയറി നിന്ന് കേട്ടോ. നനഞ്ഞു എന്നാലും. പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കുവാണ് കേട്ടോ. ഞങ്ങൾക്കൊരു പള്ളിയിലൊക്കെ അവിടെ അടുത്ത് പള്ളിയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കാണാൻ പോയി. പിന്നെ നമുക്ക് ഫുഡ് അടിക്കണ്ടേ ഗായ്സ്. അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി അവിടെ ഫുഡ് അടിച്ച്. ഞാൻ മസാല ദോശയാണ് വാങ്ങിച്ച്. പിന്നെ ചേച്ചി കുറച്ച് പൊറോട്ടയും കൂടി എടുത്ത്. പിന്നെ തിരിച്ചിറങ്ങിയപ്പോൾ നേരം കുറേ പോയാൽ 6:30 സംതിങ് ഒക്കെ ആയിരുന്നു ഇറങ്ങിയപ്പം. പിന്നെ കാർ അവിടെ പാർക്കിംഗ് ചെയ്തിട്ടേക്കുമായിരുന്നു. പിന്നെ അത് എടുക്കാൻ ഇത്തിരി സമയമായി. അത് എടുത്തുകൊണ്ട് വന്ന് ഞാനും എല്ലാവരും അങ്ങനെ അന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച് ഞങ്ങൾ കാറിനകത്തൊക്കെ കയറി ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.